കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇങ്ങോട്ടിരുന്നോ മോളെ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എടി, പ്രീതിക്ക് കുടിക്കാൻ എന്തേലും എടുക്ക്. പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഓൺലൈനിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അമ്മ തന്നെ അങ്ങ് എടുത്താൽ മതി. അവളുടെ ഒരു ഓൺലൈൻ ക്ലാസ്. അവള് പഠിച്ചിട്ട് ഇനി മജിസ്ട്രേറ്റ് ആവാൻ പോവല്ലേ? ഞാൻ എടുക്കാമേ? വേണ്ട 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 വേണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. മോളോട് ഇരിക്കെ, ഇരുന്നു. പ്രീതിക്ക് ഈ മനമാറ്റത്തിന്റെ കാര്യം മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് അർജുനേട്ടാ. പണം കൊണ്ട് ഈ ലോകത്ത് എന്താ സാധിക്കാത്തത്? എന്തായാലും അമ്മ തരാന്ന് പറഞ്ഞ പണം വേണ്ടാന്ന് വെക്കണ്ട. അർജുനേട്ടനല്ലല്ലോ, നമുക്ക് പിറക്കുന്ന കുഞ്ഞിനല്ലേ അമ്മ സമ്മാനം നൽകുന്നത്. പിന്നെ ബസുമതി ആന്റിയുടെ മനമാറ്റത്തെ പറ്റി പരിഹാസവും വേണ്ട. ഓരോ മനുഷ്യർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് നടക്കില്ലെന്ന് വരുമ്പോ അവരസ്വസ്ഥരാവും. ദേഷ്യവും അസൂയയും പകയും ഒക്കെ ആയിട്ട് ആ അസ്വസ്ഥത പുറത്തു വരും. എല്ലാ മനുഷ്യരും സാധുക്കളല്ലേ? ഞാൻ കുറച്ച് ദുഷ്ടത കാട്ടിക്കൊള്ളാന്ന് വെച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ഏതോ ഉപദേശം മതിയേ. ഈ സ്നേഹമൊക്കെ ഒന്നും നിലനിന്ന് കണ്ടാ മാത്രം മതിയായിരുന്നു. അമ്മ വരുന്നുണ്ട്. എടുക്ക. ക്ഷീണമൊക്കെ മാറട്ടെ. എടുക്കുമോളെ. നീ എടുത്തോ. കുടിക്ക്. മുഴുവനും കുടിക്ക്. ഗ്ലാസിങ് തന്നേ. ഗ്ലാസ് ഇവിടെ വെച്ചോ? വേണ്ടമ്മേ. ഇങ് തന്നേ. ഇനി മോള് പോയി കിടന്നു. യാത്ര കഴിഞ്ഞു വന്നേല്ലേ? അല്ലമ്മേ, കിച്ചണിൽ എന്തെങ്കിലും? ഒന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുത്താൽ മാത്രം മതി. ഭക്ഷണത്തിന്റെ സമയമാവുമ്പോ ഞാൻ വന്ന് വിളിച്ചോളാം. അർജുൻ, നീ പ്രീതി റൂമിൽ കൊണ്ടുവയ്ക്കോ. പറഞ്ഞത് കേട്ടില്ലേ? സ്റ്റെയർ കയറുമ്പോ സൂക്ഷിക്കണേ മോളെ. കാത്തോണേ ഭഗവതി, 1 കോടി രൂപയുടെ മുതല. എന്താ ഭാമേ, പ്രീതി മടങ്ങിപ്പോയതിന്റെ സങ്കടം തീർന്നില്ലേ നിനക്കിതുവരെ? എന്താ 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 പറ്റി നിനക്ക്? ഒരു ഉത്സവം കഴിഞ്ഞതുപോലെയുണ്ട് രാഘവേട്ട. കൊടിയേറ്റത്തിനൊരു ആവേശമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മുന്നിലൂടെ ഭ്രമിപ്പിക്കുന്ന പലതും കടന്നുപോകും. കണ്ണടച്ചു തീരുന്ന സമയത്തിനുള്ളിൽ അതൊക്കെ അവസാനിക്കുകയും ചെയ്യും.
ഒരു വെടിക്കെട്ടിന്റെ മുഴക്കത്തോടെ എല്ലാം അവസാനിച്ചു കഴിയുമ്പോ പൊട്ടിയ ബലൂൺ കഷണങ്ങളും വർണ്ണക്കടലാസുകളും പൊടിയുമായി അമ്പലമുറ്റം ബാക്കിയാവും. അവിടെ ഇനിയും ഒരു ഉത്സവത്തിന് കാത്തു നിൽക്കുന്ന കൊച്ചുകുട്ടിയെ പോലെയാ ഇപ്പൊ എന്റെ മനസ്സ്. ഭാമേ, എനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടാണോ? നമ്മള് മടിയിലെത്തിയും താരാട്ടുപാടിയൊക്കെ വളർത്തിയ കുട്ടിയല്ലേ പ്രീതി. പക്ഷേ അവളെ ഇന്നിവിടെ നിർത്താൻ പറ്റുമോ? അവൾക്കും വേണ്ട ഒരു ജീവിതമൊക്കെ. സത്യം പറഞ്ഞ ഇതിനു മുമ്പ് പ്രീതി അർജുനോടൊപ്പം അയക്കുമ്പോ എന്റെ മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു, വസുമതി അവളെ ദ്രോഹിക്കുമോ എന്ന്. ഇപ്പോ വസുമതി അവളെ സർവാത്മന സ്വീകരിച്ചപ്പോ നമ്മള് സന്തോഷിക്കല്ലേ വേണ്ടത്? അതൊക്കെ ശരിയാ, പക്ഷേ ഇതൊക്കെ മനസ്സിന്റെ ഒരു കളിയാ ഭാമേ. നമ്മൾ സങ്കടമാ തിരയുന്നെങ്കിൽ ഏത് സന്തോഷത്തിനിടയിലും നമുക്കത് കണ്ടെത്താം. സന്തോഷത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. എത്ര വലിയ ദുരിതക്കടലിലും കാണും സന്തോഷത്തിന്റെ ചെറിയ ചെറിയ തുരുത്തുകൾ. വാസ്തവത്തിൽ നമ്മളിതിനെല്ലാം നന്ദി പറയേണ്ടത് ഇവൾക്കാ. വാ വാ മോളെ. ഇവളില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രീതിയുടെ കാര്യം എന്താവുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലാവുന്നുണ്ട് രാഘവേട്ട. ശാലിനി കാരണോ എന്റെ നെഞ്ചില് തീയടങ്ങിയത്. ഒരു പെണ്ണ് വിചാരിച്ച ഒരു വീടിനെ സ്വർഗമാക്കാനും നരകമാക്കാനും കഴിയുമെന്ന് ഇവൾ എന്നെ പഠിപ്പിച്ചു. നാശം പിടിക്കാനായിട്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നീങ്ങിയെന്ന എന്റെ മനസ്സ് പറയുന്നത്. ഇല്ല സത്യാമ്മേ, പ്രശ്നങ്ങളെല്ലാം നീങ്ങിയിട്ടില്ല. ഏറ്റവും വലിയൊരു പ്രശ്നം ബാക്കി കിടക്കുന്നത് സത്യാമ്മ മറന്നോ? ഞാൻ പ്രശ്നമാണെന്നാണോ ഇവള് പറയുന്നത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സുസ്മിതയുടെ വിവാഹം. സത്യാമ്മ അത് മറന്നോ? ഇവൾ അതിൽ കയറി പിടിച്ചോ? വിഷ്ണുവേട്ടനേക്കാൾ കേമനായൊരു ചെറുപ്പക്കാരനെ കൊണ്ട് സുസ്മിതയുടെ കല്യാണം നടത്തുമെന്ന് സത്യാമ്മ വാക്ക് കൊടുത്തതല്ലേ സർലാൻഡിക്ക്? ടീ കോപ്പേ, നിന്റെ വിഷ്ണുവേട്ടനെ തന്നെയാടി എനിക്ക് വേണ്ടത്. അത് നടക്കില്ലടി. അതിനു വേണ്ടിയാ ശാലിനി പുതിയ കരുവിറക്കി കളിക്കുന്നത്. അതും കൂടി അങ്ങ് നടന്ന സമാധാനമായി. ആ, അതിനത്ര തിരക്ക് പിടിക്കണ്ട ആന്റി. തിരക്കുണ്ട്, ഇപ്പൊ തന്നെ വൈകി. നിനക്ക് മാത്രമല്ല, ശാലിനിക്കും വിഷ്ണുവിനും ഒരു ജീവിതം വേണ്ടേ? പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ വയ്യാത്തതുകൊണ്ടാ അവർക്കിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പറ്റാത്തത്. ഈ തള്ള ഞാൻ. അല്ല ഭാമേ, തിരക്ക് വേണ്ടാന്ന എന്റെ ഒരു അഭിപ്രായേ. ഇയാളെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായി. അതെന്ത് രാഘവേട്ട അങ്ങനെ പറഞ്ഞത്? അല്ല, ഇവൾക്ക് വിവാഹം കൊണ്ടൊന്നുകൂടെ അറിയണ്ടേ? ഇയാള് ചത്താ പോലും നന്നാവില്ല. അതിന് ഇവളുടെ ജാതകമൊക്കെ നോക്കിച്ചതല്ലേ നമ്മള്? അതുകൊണ്ടൊന്നും ആയില്ല. ജാതകം കുറിക്കുന്നതിലൊക്കെ തെറ്റുകളൊക്കെ പറ്റാം. കുഞ്ഞിന്റെ ജനന സമയം ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിപ്പോയാ രാശി നക്ഷത്രം ഒക്കെ തെറ്റിപ്പോവാ. അത് മാത്രമല്ല, ജാതകം ഒരു അക്ഷരമാല പോലെയാ. ഓരോ ജ്യോത്സ്യന്മാരും അതിൽ നിന്ന് ഓരോന്നാ വായിച്ചെടുക്കുന്നത്. ഗ്രഹനില മാത്രമല്ല, ഗ്രഹിക്കുന്ന നിലയും പ്രധാനമാണ്. ശരിക്കുമുള്ള യോഗങ്ങളും ദോഷങ്ങളും ഒക്കെ വായിച്ചെടുക്കാൻ മൂന്നാം കണ്ണ് വേണം. രാഘവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഭാമയോട് പറയാറില്ലേ, നമ്മുടെ നാട്ടിൽ 12 വർഷത്തിലൊരിക്കൽ ഊരിയുറ്റെത്താറുള്ള ഒരു അവധൂതനെ പറ്റി. മഹാസിദ്ധൻ. ജാതകമോ പ്രശ്നവിധിയോ ഒന്നും വേണ്ട, മുഖം നോക്കി ത്രികാലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന മഹാജ്ഞാനിയാണ്. അദ്ദേഹം ആൽത്തറ അമ്പലത്തിൽ ദർശനം നൽകുന്നുണ്ട്. ആ നാവിൻ തുമ്പിലുണ്ടാവും സുസ്മിതിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം.
എങ്കിൽ ഞങ്ങൾ പോയിക്കൊള്ളാൻ രാഘവേട്ട. വിഷ്ണുവിനെയും കൂടെ കൂട്ടാം. ദൈവമേ, പെട്ടല്ലോ. ഇതൊരു തുടക്കം മാത്രമാടി. ഇനി നിനക്കിതിന്ന് മോചനമില്ല. നീ പെട്ടു. അല്ല, ചരുവ എവിടെ? ഇപ്പൊ കൊണ്ടുവരാം. ആ, ഒരു ചെറിയ മെസ്സിന് ഇതൊക്കെ മതി അല്ലേ? ആഹാ, കഴിഞ്ഞില്ലേ ഇതുവരെ? എന്തെല്ലായിട്ടും ശാരദാമ്മയ്ക്ക് ഒരു തൃപ്തി വരുന്നില്ല. അല്ല ശാരദാമ്മേ, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ശാരിക മോള് മെസ്സ് തുടങ്ങിയ സഹായിക്കേണ്ടത് നമ്മൾ തന്നെയാ. പക്ഷേ പാത്രങ്ങൾ പാതിയും കൊടുത്താ വലിയൊരു ഓർഡർ വന്നാ നമ്മൾ പെടുവേ. കുടുംബശ്രീയുടെ ഓർഡറൊക്കെ കുറഞ്ഞു വരുന്നത് നീ ശ്രദ്ധിക്കുന്നില്ല ശാന്തേ? പക്ഷിപ്പനിയും പന്നിപ്പനിയും ഒക്കെ വന്നാലും ആൾക്കാർക്ക് മാംസാഹാരം മാത്രം മതി. അതെത്ര പഴകിയതായാലും കുഴപ്പമില്ല. ആൾക്കാര് പെടഞ്ഞു വീണ് മരിച്ചാലും 2-3 ദിവസം കഴിയുമ്പോ ഹോട്ടല് തുറക്കും. ആളിനൊരു കുറവുമില്ല. നാടൻ രുചി ഇഷ്ടപ്പെടുന്നവർക്കാ കുടുംബശ്രീയെ വേണ്ടത്. ഭക്ഷണത്തിന് രുചി കൂടാനുള്ള രാസവസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കും കുടുംബശ്രീയെ വേണ്ട. കുടുംബശ്രീയുടെ കരിന്തിരി എരിഞ്ഞു തുടങ്ങി ശാന്തേ. അങ്ങനെ പറയല്ലേ ശാരദാമ്മേ. കുടുംബശ്രീ ഇല്ലാതെ വന്നാ ഞങ്ങളൊക്കെ എങ്ങോട്ട് പോവും? ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നറിയോ രാജി? എവിടെയെങ്കിലും ചെല്ലുമ്പോ വഴിമുട്ടൂന്ന് നമുക്ക് തോന്നുന്നേ ഉള്ളൂ. അവിടേക്ക് പോവാൻ പേടിക്കണ്ട. അവിടെ എത്തുമ്പോ 100 വഴികൾ വേറെ തുറന്നു കിടപ്പുണ്ടാവും. എന്നാലും നിങ്ങളെ ഒന്നും ഞാൻ കൈവിട്ടെന്ന് കരുതണ്ട. ശാരദയ്ക്ക് ജീവനുള്ള കാലത്തോളം നിങ്ങളൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്റെ മക്കളായിട്ട്. നേരത്തെയും എനിക്ക് 3 മക്കള്, ഇപ്പോഴും 3 മക്കള്. ഇനിയിപ്പോ വലിയ വലിയ ഓർഡറുകളൊന്നും എടുക്കുന്നതിനെ പറ്റി ആലോചിക്കണ്ട ശാന്തേ. ശാരിയ ഇവിടെ ഓടി നടന്ന് ജോലി ചെയ്തോണ്ടിരുന്നത്. 12ാം വയസ്സിൽ ഒരു കുഞ്ഞുടുപ്പ് ഇട്ടോണ്ട് ഈ അടുക്കളയിൽ കയറിയത് അവള്. അന്നു മുതൽ എന്റെ കുഞ്ഞ് തീയൂതിയും പുകയൂതിയും നരകിച്ചതിന്റെ ഫലവാ ദേ ഈ അണ്ടാവും പാത്രങ്ങളും ഒക്കെ. ഇപ്പൊ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കുടുംബശ്രീ ഹോട്ടല് പോലും. അവളൊരു മെസ്സ് തുടങ്ങുമ്പോ നമ്മളല്ലാതെ ആര് സഹായിക്കാനാ? പിന്നെ നിങ്ങളുടെയൊക്കെ ഉപജീവനത്തിന്റെ കാര്യം. ഷാരിയുടെ മെസ്സ് ഇത്തിരി വിപുലമായി വലിയ വലിയ ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങിയാലേ ഇവിടത്തെ പോലെ നിങ്ങൾക്കും അവിടെ പോയി സഹായിക്കാം. ഹോട്ടല് നോക്കാൻ ഇവിടെ 1-2 ആള് മതിയല്ലോ. ശാരിക മോളുടെ മെസ്സിന്റെ കാര്യം അറിഞ്ഞും കേട്ടോ ആള് വരണ്ടേ ശാരദാമ്മേ? രാജീവ് സാറൊക്കെ ഈ നാട്ടിൽ പുതിയതായതുകൊണ്ട് അവരെ അധികം ആരും അറിയേയില്ല. തുടക്കത്തിൽ നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കണം. ഇപ്പൊ കുടുംബശ്രീയിലേക്ക് വന്ന ഒരു നൂലുകെട്ട് ചടങ്ങിന്റെ ഓർഡറേ ഞാൻ അവക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കൈപ്പുണ്യം ഉണ്ടെങ്കിൽ അതിലങ്ങ് പിടിച്ചു കയറാം. ശാരിക മോളെ കൊണ്ട് അതിന് കഴിയും ശാരദാമ്മേ. ഈ കുടുംബശ്രീയുടെ ശ്രീ തന്നെ ശാരിക മോളല്ലായിരുന്നോ? സത്യം പറഞ്ഞ മോള് പടിയിറങ്ങി പോയതിനു ശേഷമാ കുടുംബശ്രീയുടെ പാതി ഐശ്വര്യം പോയത്. എന്തൊക്കെ പറഞ്ഞാലും ചെന്ന് കയറിയ വീട്ടില് അവക്കൊരു വിലയില്ല രാജി. അടുക്കളയിൽ കിടന്ന് നരകിക്കാനല്ലാതെ അവളെ കൊണ്ട് വേറൊന്നിനും കൊള്ളില്ലാന്ന് തോന്നിയിട്ടുണ്ടാവും കൃഷ്ണൻകുട്ടിയേട്ടനും വിജയലക്ഷ്മിക്കും. ഇനി ഇതുവഴിയെങ്കിലും ഷാരിയയ്ക്കൊരു വരുമാന മാർഗം തെളിഞ്ഞു കിട്ടിയ ദേവി കാത്തോളിന് എന്റെ കുഞ്ഞിനെ.
ചേച്ചി ആരത്? അറിയില്ലേ, 12 വർഷത്തിലൊരിക്കൽ ഊര് ചുറ്റി ഈ ക്ഷേത്രത്തിലെത്തുന്ന അവധൂതൻ. മഹാസിദ്ധന പറഞ്ഞ അച്ചട്ട. കടൽക്ഷോഭവും മഹാമാരിയും എല്ലാം പ്രവചിച്ച ആളാ. മാസം പ്രായമെത്തും മുമ്പ് നിങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെടുക എന്നുള്ളത് വിധിനിയോഗമായിരുന്നു. എന്നാൽ മനക്ലേശം വേണ്ട. 1 വർഷത്തിനുള്ളിൽ സന്താനലബ്ധിയുണ്ടാകും. മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ച് മനുഷ്യൻ പുതുവസ്ത്രം ധരിക്കുന്നതുപോലെ നേരത്തെ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ ആത്മാവ് തന്നെയാവും പുതിയ ഉടലിലും ഉണ്ടാവുക. പുത്രനഷ്ടത്തിന്റെ വ്യഥ നിങ്ങൾ അനുഭവിക്കണമെന്നുള്ളത് വിധികൽപ്പിതമായിരുന്നു. മുജ്ജന്മത്തിൽ അബദ്ധത്തിലാണെങ്കിലും ഇയാളുടെ കൈകൊണ്ട് ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ കഥയും വ്യത്യസ്തമല്ല. ഈ വിയോഗ ദുഃഖം അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് വിധി നിങ്ങളെ ഈ ജന്മത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി കൂട്ടിച്ചേർത്തത്. പൂർവജന്മത്തിലെ കർമ്മങ്ങൾക്കുള്ള ഫലവും വരും ജന്മങ്ങളിൽ നമ്മൾ ഒടുക്കിയേ മതിയാകൂ. സാക്ഷാൽ നാരായണന് പോലും അതുണ്ടായിട്ടുണ്ട്. ത്രേതായുഗത്തിലെ ബാലിയെ പിന്നിൽ നിന്ന് അമ്പെയ്തു കൊന്നതിൻ്റെ കടം ദ്വാപരയുഗത്തിൽ ജരന്റെ അസ്ത്രമേറ്റു മരിച്ചു വീട്ടേണ്ടി വന്നു സാക്ഷാൽ നാരായണന്. ശ്രീരാമ അവതാരത്തിലെ തിന്മയ്ക്ക് ശ്രീകൃഷ്ണ ജന്മത്തിൽ പിഴയൊടുക്കേണ്ടി വന്നു ഭഗവാന്. സന്തോഷമായി പോയിക്കോളൂ. മംഗളം ഭവന്തു. സ്വാമി. ഹേ ഭഗവാൻ തേരി മായ. ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുള്ള അലച്ചിലാണല്ലേ മകൻ? അതെ സ്വാമി. അത് വേണോ? ഒരു 100 വട്ടം ആലോചിക്കേണ്ട കാര്യമാണത്. എനിക്ക് അവളെ പിരിഞ്ഞൊരു ജീവിതമില്ല സ്വാമി. ചില കഥകൾ അങ്ങനെയാണ്. പിരിഞ്ഞാലും പിരിഞ്ഞില്ലെങ്കിലും ജീവിതമുണ്ടാകില്ല. എനിക്ക് അവളെ കണ്ടെത്താനാവില്ല സ്വാമി. ആകും. അവൾ ഈ പരിസരത്ത് തന്നെയുണ്ട്. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമോ സ്വാമി? എന്റെ ചോദ്യത്തിന് സ്വാമി മറുപടി പറഞ്ഞില്ല. എനിക്കും സുസ്മിതയ്ക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമോ സ്വാമി? ഒന്നിക്കാൻ സാധിക്കും. ജീവിക്കാൻ അവളിപ്പോ എവിടെയുണ്ട് സ്വാമി? അവളിപ്പോൾ ഒരു യാത്രയിലാണ്. എങ്ങോട്ടാണ് അവൾ പോകുന്നത്? പോവുകയല്ല, വരികയാണ്. വരികയാണെന്നോ? അതെ, ഇങ്ങോട്ട് തന്നെ. ഇതേ ക്ഷേത്ര സന്നിധിയിലേക്ക്. സത്യമാണോ സ്വാമി?